നിൽക്കുന്ന വാഴയെല്ലാം നട്ടനാ? എല്ലാരും വാഴയെല്ലാം നട്ട് വൈകുന്നേരം ആയില്ലേ പണിയെടുത്ത് വാഴ വലുതായില്ലേ? വാഴ വലുതായി കൊല വന്നില്ലല്ലേ? വാഴക്കൊല വന്നില്ല. അപ്പൊ അയ്യവ ഭക്ഷണം കഴിക്കാൻ പോവാ. വൈകുന്നേരം ആയില്ലേ? ഇനി നാളെ പണിയെടുക്കാം. വാ വീട്ടിലേക്ക് വന്നു. രാവിലെ ആയി കിടന്നോ? കുറച്ച് ഉറങ്ങിക്കോ, കുറച്ച് വിശ്രമിച്ചോ. കോഴി കരിയുന്നേ, വെളി വന്നു, പക്ഷികളെല്ലാം കരിയുന്നുണ്ട്. എഴുന്നേൽക്ക്. നമ്മളെ തോട്ടത്തിലേക്ക് വീണ്ടും പോകാലോ വെള്ളം ഒഴിക്കാന്. നമ്മളെ വാഴച്ചെടിയിലും കൊല വന്നിട്ടില്ലേ? വാഴച്ചെടിക്ക് വെള്ളം ഒഴിച്ചേ. എല്ലാരും വെള്ളം വെച്ച് വാഴച്ചെടിക്ക് വെള്ളം ഒഴിച്ചു. അപ്പൊ നിങ്ങൾ വാഴ നിങ്ങളെ വാഴ ഉണ്ടാ? നിങ്ങളെ വാഴ കാണുന്നില്ലേ? ഇത് നോക്കിയേ, വാഴ ഉണ്ടോ? ഇല്ല അല്ലേ? അയ്യോ, നമുക്ക് പരാതി കൊടുക്കാന്ന് പറയും. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. നമ്മളെ വാഴക്കൊല തോട്ടത്തിൽ കാണുന്നില്ല. ഏമാനെ ഞങ്ങളെ വാഴക്കൊല കാണുന്നില്ല. അപ്പൊ പറയും ഒരു പരാതി എഴുതിക്കാറ്. ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കൂ ഏമാനെ ചോദിക്കും. കണ്ടുപിടിക്കും. അപ്പൊ പോട് പോലീസുകാർ പോ. കുറച്ച് ഇങ്ങോട്ട് വാ. നിങ്ങൾ ഇവിടെ കുറച്ചാൾ ഇടുന്നു. പരാതിക്കാർ കൊടുത്ത രണ്ടാള് പോലീസുകാരും കൂടിയിട്ട് കണ്ടുപിടിക്കും. ആടെ വീട്ടിൽ പോണ്ട, പോലീസുകാരുടെ വീട്ടിൽ അന്വേഷിക്കണ്ടത്. ഇവിടെ രാമുണ്യ എടുത്തത്. രാമുണ്യ തോട്ടത്തിൽ വാഴക്കൊല മോഷ്ടിച്ചില്ല. രാമുണ്ണി ഇതെന്തിനാ ഇങ്ങനെ ശീലമാക്കുന്നേ? ഇങ്ങനെ ശീലമാക്കാൻ പാടില്ല. ഇനി ഞാൻ എടുക്കൂല സാറേ. വാഴക്കൊല തിരിച്ചു കൊടുക്കാന്ന് പറയും. വാഴക്കൊല തിരിച്ചു കൊടുത്തു വാഴക്കൊല ഞങ്ങൾ തിരിച്ചു കൊടുക്കാം. അപ്പൊ നീ പറയും പോലീസുകാരൻ ഏമാനെ അവരെ വിട്ടേക്ക് എന്ന് പറയും. അപ്പൊ ഒരു സത്യം ചെയ്യണം. സത്യം ചെയ്യും. വാഴക്കൊല ഇനി ഞാൻ മോഷ്ടിക്കൂല. സത്യം പറയും. അങ്ങനെ പറയും. അപ്പൊ ഇനി മോഷ്ടിക്കൂല. എന്നിട്ട് ശീലമാക്കണ്ട. തൊഴിൽ ചെയ്ത് ജീവിക്കണ. എല്ലാം ഓക്കെ അല്ലേ? എന്നെ മോഷ്ടിക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾക്ക് പരാതി തീർന്നില്ലേ? പരാതിക്കാരന്റെ പരാതി വാഴക്കൊല കിട്ടി മോഷ്ടിച്ചാളെ വിടാൻ പറഞ്ഞല്ലേ സാറേ? അപ്പൊ വിട്ടേക്കല്ലേ സാറേ? വിട്ടയച്ചു. ഓക്കെ, ഇനി ശീലമാക്കണ്ട. ഓക്കെ, ബൈ.